ഇപ്പോൾ എവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഫോണിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാംസ്റ്റർ കോമ്പാക്ട് ഇല്ലേ ക്രിപ്റ്റോ മൈനിങ് എന്ന പേരിൽ. ഇതിന്റെ റിയാലിറ്റി എന്താണ്, ഇല്ലേ ഹാംസ്റ്റർ കോമ്പാക്ട് എന്താണ്, ഇതിൽ നിന്ന് എങ്ങനെയാണ് കോയിൻസ് ഏൺ ചെയ്യുന്നത്, നമുക്കൊന്ന് കണ്ടു നോക്കാം ഇൻ ഡീറ്റെയിൽ ആയിട്ട്. വെൽക്കം ടു ട്രേഡ് മാക്സ് അക്കാഡമി. ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്നത് ടാപ്പ് ടു ഏൺ ഗെയിമാണ്. ഇത് മെയിൻലി ഒരു ടെലഗ്രാം ബോട്ട് വഴിയാണ് എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഓൾമോസ്റ്റ് 150 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് കറന്റ് ഉണ്ട്. ടെലഗ്രാമിലാണെങ്കിൽ 40 മില്യൺ യൂസേഴ്സ് കറന്റ് ഉണ്ട് താനും. ഇതിനോടൊപ്പം തന്നെ 8.9 മില്യൺ യൂസേഴ്സ് ട്വിറ്ററിലും ഓൾമോസ്റ്റ് യൂട്യൂബിൽ 25 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഇതിന് ആക്റ്റീവ്ലി ഉണ്ട്. മെയിൻലി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും നേരെ ടെലഗ്രാമിലോട്ട് പോകുന്നു, നേരെ ടാപ്പ് ചെയ്യുന്നു, റെഫറൽസ് ഉണ്ട്, ഇങ്ങനെ കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിൽ. ഇതല്ലാതെ മെയിൻലി കൂടുതൽ യൂസേഴ്സ് വരുന്നത് റഷ്യയിലുണ്ട്, ഉസ്ബെക്കിസ്ഥാനിലുണ്ട്, യുക്രൈനിലുണ്ട്. ബട്ട് എന്നാൽ ഈ രാജ്യങ്ങളിൽ തന്നെ ഗവൺമെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണമെല്ലാം. ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് ഈ കോയിൻസ് എല്ലാവരും ഗെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. വളരെ എളുപ്പമാണ്. എല്ലാവരും ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ആ ഒരു ബോട്ടിലോട്ട് പോകുന്നു. അവിടെ ചെന്ന് നിങ്ങൾക്ക് ടാപ്പ് ചെയ്തിട്ട് കുറേ അധികം പോയിന്റ്സ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ ടാപ്പ് ചെയ്ത് ഏൺ ചെയ്യുന്ന പോയിന്റ്സ് കൊണ്ടല്ല നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്ട് കോയിൻസ് കിട്ടുക. ഇത് ബേസിക്കലി പ്രോഫിറ്റ് പെർ അവർ, ഇത് എത്രയാണോ കൂടുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ഒരു കോയിൻ പിന്നീട് ലഭിക്കാനായിട്ട് പോകുന്നത്. ബട്ട് എന്നാൽ ഈ കോയിൻ ഇതുവരെ ലിസ്റ്റ് ആയിട്ടില്ല. അടുത്ത മാസം ലിസ്റ്റ്, അതായത് ജൂലൈയിൽ ലിസ്റ്റ് ആകും എന്ന രീതിയിലില്ല എന്ന എക്സ്പെക്ടേഷനിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അത് ലിസ്റ്റായി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പ്രൈസ് വെച്ചിട്ട് എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടും എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ബട്ട് എന്നാൽ ഇതിൽ കുറച്ചധികം ടാപ്പ് ചെയ്ത് മാത്രമല്ലാതെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിന് ഡെയിലി ടാസ്ക് ഉണ്ട്. ഡെയിലി ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 60 lakh കോയിൻസ് പെർ ഡേ ലഭിക്കുന്നതാണ്. ഡെയിലി അപ്ഡേറ്റ് ആകുന്ന ഓരോ ഗെയിംസ് ഉണ്ട്. ഈ ഗെയിംസിന്റെ കോഡ് കണ്ടുപിടിച്ചാൽ 10 lakh കോയിൻസോളം കിട്ടുന്നുണ്ട്. ഇങ്ങനെ കുറെ അധികം ആക്ടിവിറ്റീസ് ചെയ്ത് ഒരു ഹ്യൂജ് കൗണ്ട് തന്നെ മില്യൺസിൽ നമുക്ക് ഇതിൽ ഏൺ ചെയ്യാൻ സാധിക്കും. ബട്ട് എന്നാൽ ഈ മില്യൺസ് നമുക്ക് പൈസ ആയിട്ട് മാറുമോ എന്നുള്ളത് അറിയുകയില്ലതാനും. ലിസ്റ്റ് ആയി കഴിഞ്ഞിട്ട് എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് പിന്നീട് അറിയാവുന്നതാണ്. പിന്നീട് ഇത് അടുത്ത മാസം ലിസ്റ്റായി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഇത് എത്ര രൂപയായിരിക്കും ഈ ഒരു കോയിന് വരുന്നത്, നമുക്ക് എത്ര രൂപ കയ്യിൽ കിട്ടുമോ, ഈവൻ കിട്ടുമോ ഇല്ലയോ എന്ന് തന്നെ നമുക്ക് പിന്നീട് അറിയുകയുള്ളൂ. പൈക്കോയിനെക്കാളും മാർക്കറ്റ് വാല്യുവേഷൻ ഉണ്ട്. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ കണ്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ക്രിപ്റ്റോ കറൻസി എന്നതിനകത്തോട്ട് നമുക്ക് ഈ ഒരു ഹാംസ്റ്റർ കോയിനെ കേട്ടാൻ പറ്റുമോ എന്ന് പോലും പറ്റില്ല. കാരണം ഇതൊരു പ്രോപ്പർ വൈറ്റ് പേപ്പർ പോലും ഇല്ല. പലരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നോട്ട് എന്ന് പറയുന്ന ഈ ഒരു സെയിം രീതിയിൽ ടാപ്പ് ടു ഏൺ ഗെയിം ഒരെണ്ണം ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ലിസ്റ്റ് ആവുകയും അത്യാവശ്യം പ്രോഫിറ്റ് കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിൽ അതുപോലത്തെ ഒരെണ്ണം തന്നെയാണ് ഈ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന രീതിയിൽ നിൽക്കുന്നു കുറേ അധികം ആൾക്കാർ. ബട്ട് എന്നാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഒരു നല്ലൊരു കോയിൻ ആണെന്നും ഇതിൽ നിന്നും നല്ലൊരു റിട്ടേൺസ് കിട്ടാൻ പോകുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന രീതിയിൽ ഇല്ല, ടൈം കുഴപ്പമില്ല, എൻ്റെ സമയം പൊക്കോട്ടെ, ഞാനിരുന്ന് കുത്തിയിരുന്ന് ചെയ്തോളാം എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ തീരുമാനമാണ്. ബട്ട് ഇതിനൊരു പ്രോപ്പർ വൈറ്റ് പേപ്പറോ ഇല്ല, ഇതിനൊരു റിയൽ വേൾഡ് യൂസ് പോലും ഇല്ലാത്തൊരെണ്ണമാണ്. ഇൻ ദാറ്റ് കേസ് നമുക്ക് ഇതിനെ എങ്ങനെ ക്രിപ്റ്റോ കറൻസി എന്ന് വിളിക്കാൻ സാധിക്കും? ഞാൻ ഡെഫിനറ്റ്ലി കുറെ അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാർ ഹാംസ്റ്റർ കോമ്പാക്ട് നല്ലതാണോ, അത് മൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. മൈനിങ് എന്ന് പറയുന്നതൊന്നും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതല്ല മൈനിങ്. ആ ഒരു റിയാലിറ്റി നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ ട്രേഡ് മാക്സ് അക്കാഡമി നമ്മളൊരു മൈനിങ് പ്രോജക്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഓൾമോസ്റ്റ് നമ്മൾ ഇട്ടേക്കുന്നത് ലാക്സ് ആൻഡ് ലാക്സിലാണ് ആ പ്രൊജക്റ്റിന്റെ വാല്യുവേഷൻ വരുന്നത്. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഫോണിൽ ഇരുന്ന് നമുക്ക് സിമ്പിളി ഇരുന്ന് മൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. സോ ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് മനസ്സിലാക്കി കാണും. വെൽ, ഞാൻ ബിലീവ് ചെയ്യുന്നില്ല ഇതൊരു സ്റ്റേബിൾ ക്രിപ്റ്റോ കറൻസി ആണെന്നേ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതിനോടൊപ്പം തന്നെ ഇത് റിസൾട്ട് തരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. തരാം, തരാതിരിക്കാം. ബട്ട് എന്നാൽ ലെറ്റ്സ് സേ കൂടുതൽ വെയിറ്റേജ് തരാതിരിക്കാനും നമ്മളുടെ ഡേറ്റ ലീക്കേജ് ആകാം, ഇല്ലെങ്കിൽ വേറെ എന്തും തന്നെ ആകാവുന്നതാണ്. ഇതുപോലത്തെ ഉള്ള ഈസി വേ ഓഫ് മണി മേക്കിങ്ങിന്റെ പുറകെ പോകാതെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഉണ്ട്, ട്രേഡ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോകാം. ബട്ട് എന്നാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ടാക്സ് ലാഭ് കൂട്ടുകയാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ നാളെ നമ്മളെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ആകുന്നുണ്ട്. ഇതെല്ലാം കാണാവുന്നതാണ്. സോ സീ യു ദേർ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.